ഞാൻ ചുമ്മാ വിളിച്ചെന്നേ ഉള്ളൂ. ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് വെറുതെ വിളിച്ചെന്നേ ഉള്ളൂ. രാത്രി മൊത്തം അമ്മയ്ക്ക് ചുമയായിരുന്നു, അതുകൊണ്ട് ഞാനിപ്പോ എഴുന്നേറ്റ് കാപ്പി തിളപ്പിക്കുക. എന്നാ അമ്മച്ചി എഴുന്നേക്കുമ്പോ പറഞ്ഞേര് ഞാൻ വിളിച്ചെന്ന്. ഞാൻ പിന്നെ വിളിച്ചോളാം. എന്നാ ശരി. എന്നാ കാപ്പി കാപ്പി കാപ്പി. സമയൊന്നും ആയില്ല അമ്മച്ചി കാപ്പി കുടിക്കാൻ. പിന്നെ നീ ആരോടായി സംസാരിച്ചോണ്ടിരുന്നേ? അമ്മച്ചിയുടെ മോള് നൈറ്റ് ഡ്യൂട്ടിക്ക് ഇടയ്ക്ക് ബോറടിച്ച് വിളിച്ചതാ. പിന്നെ ബോറടിച്ചിട്ട് അവക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാ അവള് വിളിച്ച് അന്വേഷിക്കുന്നേ. ആദ്യമൊക്കെ ഞാനും അങ്ങനെ വിചാരിച്ചേ. ഇപ്പോഴല്ലേ എല്ലാത്തിനും എനിക്ക് മനസ്സിലായത്. എന്നതായാലും നീ എഴുന്നേറ്റല്ലേ, എനിക്ക് ഇച്ചിരി കാപ്പി തിളപ്പിച്ചതാ. അമ്മച്ചിക്ക് രാത്രി കിടക്കുമ്പോ പേടിയാന്നും പറഞ്ഞിട്ടാ ഞാൻ ഈ നടുവേനയുള്ള ഞാൻ ഈ താഴെ വന്ന് കിടക്കുന്നത് കേട്ടല്ലോ. ഞാൻ അപ്പുറത്തെ റൂമിൽ പോയി കിടക്കും. കിടക്കണോ? പഴയ പോലെ അങ്ങ് ഇരിക്കാനൊന്നും മേല. എടി കൊച്ചേ, എന്റെ കയ്യിലൊന്ന് പിടിച്ചേ, ഞാനൊന്ന് കട്ടിലോട്ട്. അമ്മച്ചിയുടെ ആ കയ്യേ ആ കട്ടിലോട്ട് ആ ജനലിലോട്ട് അങ്ങ് പിടിച്ചേ. എന്നിട്ട് മറ്റേ കൈ ഇങ്ങോട്ട് പിടിച്ചേ. എന്നിട്ട് അമ്മച്ചി ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്നു വന്നേ. പോരട്ടെ 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 പോരട്ടെ. പതുക്കെ ഇങ്ങനെ പോരട്ടെ. പോരട്ടെ 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 പോരട്ടെ. അയ്യോ അയ്യോ. ഇരുന്നല്ലോ. നീ എന്നാ വേണം? എന്നാ പിന്നെ ഞാനൊരു കാര്യം പറയാം. ബുദ്ധിമുട്ട് ഇവിടെ നിക്കണമെന്നില്ല. നീ നിന്റെ വീട്ടിൽ പോയി നിന്നോ. എന്നിട്ടേ ഈ ഫോണിൽ കൂടി എനിക്കിങ്ങനെ ഡയറക്ഷൻ തന്നാ മതി. അമ്മച്ചി അങ്ങോട്ട് നടാ, അമ്മച്ചി ഇങ്ങോട്ട് പോ, അമ്മച്ചി കട്ടളപ്പടിയായി പിടി കേട്ടോ. അമ്മച്ചി എന്നെ കളിയാക്കിയതാണെങ്കിലും ആലോചിക്കാവുന്നൊരു കാര്യമാണത്. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവനെ വിളിക്കപ്പെടും. അമ്മച്ചി, ഈ 2 ദിവസത്തിനുള്ളിലേ എൻ്റെ ഓഫീസിൽ നിന്ന് ഇൻസ്പെക്ഷൻ പോലെ ആള് വരുവേ, എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാനായിട്ടേ. അപ്പൊ അമ്മച്ചി 2 ദിവസത്തേക്ക് ഇതൊക്കെ ഒന്ന് കെട്ടിയിരിക്കും. അല്ലേ, ഈ തനിയെ ബാത്റൂമിൽ പോകുന്ന എന്തിനാ എനിക്കിത്? അമ്മച്ചി ഇതൊക്കെ കെട്ടി യൂസ് ചെയ്താലേ അത് നല്ലതാ, കംഫർട്ടബിൾ ആണ്. ആയ കാലത്ത് മേഴ്സി ഇതൊന്നും ഉപയോഗിച്ചില്ല. ഇപ്പൊ കൊണ്ടുപോടി നിന്റെ കിളിക്കൂട്. അല്ല അമ്മച്ചി, അവര് വരുമ്പോ അമ്മച്ചി ഭയങ്കര ആരോഗ്യവതിയായിട്ടിരിക്കുമ്പോ എന്നെ ഏതെങ്കിലും കിടപ്പ് രോഗിയുടെ അടുത്തോട്ട് സ്ഥലം മാറ്റിക്കളയും അമ്മച്ചി. അവരിങ്ങ് വരട്ടെ, നിനക്ക് കുഴപ്പമില്ലാത്ത രീതി ഞാൻ പറഞ്ഞോളാം. താങ്ക് യു അമ്മച്ചി. അമ്മച്ചിക്ക് 12 മണിക്ക് ഏതോ ഒരു മരുന്നില്ലേ? അതും ഇനിയിപ്പോ ഞാൻ പറഞ്ഞു തരാം. ഇനി മരുന്ന് കൂടിനകത്ത് പോയി തപ്പ്. ഏതായാലും നല്ല ഒരെണ്ണം എടുത്തോണ്ട് വാ, കഴിക്കാം. ഞാൻ നോക്കി എടുക്കട്ടെ. ഞാൻ പറയുന്നത് വരെ അവിടെ ഇതാര് വല്യാങ്ങളെയോ? വാ. എന്നാ ഉണ്ട് വല്യാങ്ങളെ വിശേഷമൊക്കെ? എടിമോളെ, ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ഞാനിവിടെ കാണുകയില്ല. പിള്ളേർ ഇപ്രാവശ്യം എന്നെ ബാംഗ്ലൂർ കൊണ്ടുപോകുന്ന പറയുന്നത്. ഇപ്രാവശ്യം ഇവിടുത്തെ പിള്ളേരും വരുന്നില്ല. അപ്പൊ വല്യാങ്ങളെ നാട്ടിലില്ല. നിനക്ക് അതിനിവിടെ ഹോം നേഴ്സ് അല്ലേ ഉള്ളത്? അതിന്റെ കാര്യമൊന്നും പറയാതിരിക്കില്ല വേദം. ഉള്ളതും ഇല്ലാത്തതും കണക്കാം. ഇപ്പൊ ക്രിസ്മസിന് ഉണ്ടാവില്ല ഞാൻ. ഇവിടെ ഇരുന്ന് ഫോൺ ചെയ്യുവാണോ? അമ്മച്ചി, ഞാൻ വീട്ടിലോട്ടൊന്ന് വിളിക്കുമായിരുന്നു. ഏതായാലും അമ്മച്ചിക്ക് ക്രിസ്മസ് കുളമായ പോലെ എനിക്കും ഇനി വീട്ടിൽ പോകാൻ പറ്റിയല്ലോ. അത്ര വലിയ ബുദ്ധിമുട്ടാണെ നീ അങ്ങ് പൊക്കോ, എനിക്കിവിടെ ആരും വേണോ. അമ്മച്ചി ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും. അമ്മച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ച അമ്മച്ചിയുടെ മക്കളല്ല, ഞാനേ ഉള്ളു അമ്മയ്ക്ക്. ഞാനോ? ഈ മേഴ്സിക്കുട്ടി അങ്ങനെ ഇങ്ങനെ ഒന്നും വീഴത്തില്ല. ഇതന്നെ ഇപ്രാവശ്യം ക്രിസ്മസിന് വീട്ടിൽ പോകുന്നില്ലേ? ഇപ്രാവശ്യം ഞാൻ പോണില്ല. അമ്മച്ചിയുടെ മക്കൾ ആരും വരുന്നില്ല, പിന്നെ അപ്പച്ചി അങ്ങനെ ആരും വരുന്നൊന്നുമില്ല. സ്റ്റാർ ഒന്നും ഇപ്രാവശ്യം ഇട്ടില്ലേ? ആരും വരാത്തോണ്ട് എന്നാത്തിന് ഇതൊക്കെ തൂക്കുന്നതെന്ന് അമ്മച്ചി ചോദിക്കുന്നേ. പണ്ട് ഇവിടുത്തെ കുട്ടപ്പച്ചായൻ ഉണ്ടായ സമയത്തെ ഡിസംബർ 1 ഒരു ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേ ആ മൂലയിൽ ഒരു സ്റ്റാർ വീഴും. അത് കണ്ട ഈ നാട്ടുകാർ മൊത്തം അറിയുന്ന ഡിസംബർ ആയല്ലോ എന്ന്. അതൊക്കെ ഒരു കാലം. പിള്ളേരും
ബന്ധുക്കാരും കുടുംബക്കാരും. എന്റെ അമ്മോ ഇവിടെ എന്തോ ഒരു മേളവാന്നറിയാവോ. ഇപ്പൊ എന്നാ എല്ലാരും പല വഴിക്ക് പോയില്ലേ. ആ അമ്മച്ചിയുടെ കാര്യം ഓർക്കുമ്പോ സങ്കടം വരും. പാവം. യോ മോട്ടർ നിറഞ്ഞ് ഞാൻ പോവാണേ. പണി പാളിന്നാ തോന്നുന്നേ. ഇന്നത്തോടെ നിങ്ങളുടെ കളി ഞാൻ അവസാനിപ്പിക്കും. ആന്റി ആന്റി ഈ പ്രാവശ്യം കൂടെ ഒന്ന് ക്ഷമിക്കാം ആന്റി. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എല്ലാവരും ആ പാവ അമ്മച്ചിയുടെ മൂക്കടിച്ച് പൊട്ടിച്ച്, ഈ പ്രാവശ്യം ജനലടിച്ച് പൊട്ടിച്ച്. ഇനി വിടാൻ പറ്റത്തില്ല ഇങ്ങനെ. പ്രാവശ്യം കൂടെ ഒന്ന് ക്ഷമിക്കാം ആന്റി പ്ലീസ്. സാംകുട്ട നീ എവിടെയാ? ഞാൻ ഇവിടെ കുരിശുനൊട്ടിയുടെ ഇവിടെ ഉണ്ട്. അമ്മച്ചിയും കൂടെ ഇല്ലേ? അമ്മച്ചി ഇവിടെ എന്റെ കൂടെ ഉണ്ട്. എടാ ഒരു കാര്യം ഉണ്ടായിരുന്നേ. അമ്മച്ചി ആ? വെറുതെ ഒന്നും ഇല്ലല്ലോ, എനിക്ക് തോന്നുന്നുണ്ട് കടയിൽ കയറാറുണ്ട്. കുഴപ്പമില്ലടാ പോട്ടെ. ഹായ്, ഹാപ്പി ക്രിസ്മസ്. ആ ഞാൻ അങ്ങോട്ട് വിളിച്ചാലേ ഇങ്ങോട്ട് വിളിയുള്ളൂ അല്ലേ? അങ്ങനെയല്ല അമ്മച്ചി, നമ്മള് ക്രിസ്മസ് ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായി പോയി. പിന്നെ ഞങ്ങൾ സ്കോട്ട്ലൻഡിലേക്ക് ഒരു ഫാമിലി ട്രിപ്പും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ടേ. അപ്പോൾ അതിൻ്റെ പർച്ചേസിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. സാംകുട്ടന്റെ കൂടെ അമ്മ ഇറങ്ങിയതാ. ആ ഇതായാലും നമ്മുടെ സാംകുട്ടനോ? എന്നാ ഉണ്ടാ വിശേഷങ്ങളൊക്കെ? ഓ ഏതായിരിക്കുന്നു പഴയ ഉടായ്പും പരിപാടിയൊക്കെ ആണോ ഇപ്പോഴും? ഓ അവിടത്തേക്ക് പോണ തന്നെ ഇവിടെ. പിന്നെ അമ്മച്ചി അവിടെ എന്തൊക്കെയുണ്ട് ഒരുക്കങ്ങൾ, എന്തായി കാര്യങ്ങളൊക്കെ? ഓ ഇവിടെ എന്നാ ഒരുങ്ങാനായിട്ടാ, ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നുമില്ല മക്കളെ. ആടാ ഇവിടെ നിർത്തിക്കോ, ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. ഒന്നുമില്ല മക്കളെ. ഇപ്പൊ അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പോഴാവാം. അമ്മച്ചിക്ക് ആയുസ് നീട്ടി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചോ നിങ്ങൾ എല്ലാരും. ഇവിടെ പിള്ളേര് വക ക്രിസ്മസ് ആഘോഷിക്കുക അടിപൊളിയായിട്ടുണ്ടല്ലോ മക്കളെ. എന്നാ ശരി, ഹാപ്പി ക്രിസ്മസ്. അമ്മ പിന്നെ വിളിക്കാം. എന്തായാലും അമ്മച്ചി ഭയങ്കര ഹാപ്പിയാണ്. വേണ്ടപ്പെട്ടവരെല്ലാവരും അകലെയാണെങ്കിലും മനസ്സിൽ നന്മയുള്ളവർക്ക് സന്തോഷം നൽകാൻ നമ്മുടെ കർത്താവ് മറ്റുള്ളവരെ കണ്ടെത്തും. ഇത് തന്നെയല്ലേ ഒരു ക്രിസ്മസ് സന്ദേശവും. അപ്പം എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ്.